പാകിസ്ഥാനിലെ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ മസൂദ് അസറുമായി ബന്ധപ്പെട്ട ഒരു ഗുരുതരമായ ഓഡിയോ സന്ദേശം പുറത്ത്. 1990കളുടെ കാലത്ത് ജമ്മു കാശ്മീരിലെ ജയിലിൽ കഴിയുന്ന വേളയിൽ താൻ രക്ഷപ്പെടാൻ ശ്രമിച്ചതിൽ തനിക്ക് വലിയ കേടുപാടുകൾ സംഭവിച്ചതായി തന്നെ വെളിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഓഡിയോ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. താൻ അവിടെ വലിയൊരു കുഴി കുഴച്ചുകൊണ്ട് അവിടെ തുരങ്കമുണ്ടാക്കി രക്ഷപ്പെടാനായിരുന്നു ശ്രമം നടത്തിയത്. എന്നാൽ അവിടെ നിന്നും പിടിക്കപ്പെടുകയാണ് ഉണ്ടായതെന്നും പറയുന്നു. പാകിസ്ഥാനിൽ നടന്ന ഒരു പരിപാടിക്കിടയിൽ തന്നെ അസർ മൈക്കിലൂടെ സംസാരിക്കുന്ന ഓഡിയോ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് അസറിന്റെ തന്നെയാണ് എന്ന് ഇന്റലിജൻസ് വൃത്തങ്ങൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പോൾ മസൂദ് അസർ തന്നെ സ്വയം ഇക്കാര്യങ്ങൾ വിളിച്ചു കൂവുന്നതിൽ ഭീഷണിയുടെ സ്വരം ഉണ്ടോ എന്നതും ഇന്റലിജൻസ് വിഭാഗം അന്വേഷിച്ചു വരികയാണ്. കാരണം ഇന്ത്യയെ തകർക്കാൻ പല വഴികളും മസൂദ് അസറും കൂട്ടരും അവിടെ നടത്തുന്നു എന്നതാണ് ഇത്തരത്തിൽ വലിയ വെളിപ്പെടുത്തലുകളായി തന്നെ ഉയർന്നു വരുന്നത്. യുവാക്കളും സ്ത്രീകളും അടക്കമുള്ളവരെ തീവ്രവാദത്തിലേക്ക് തള്ളിവിടാൻ പോലും നോക്കുന്ന ജെയ്ഷെ മുഹമ്മദ് തലവൻ ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തുന്നത് ഗൗരവമായി തന്നെ കണക്കാക്കണമെന്നതാണ് മറ്റ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. അമിത്ഷായുടെ അജ്ഞാതനാകട്ടെ മസൂദ് അസറിനെ നോട്ടമിട്ടിരിക്കുകയാണ് എന്ന സൂചനകളടക്കം പുറത്തു വരുന്നുണ്ട്. ഇതിനു മുൻപും അജ്ഞാതന്മാർ മസൂദ് അസറിന് നേരെ വലയം സൃഷ്ടിച്ചെങ്കിൽ പോലും അദ്ദേഹം പിന്നീട് രക്ഷപ്പെടുകയാണ് ഉണ്ടായതും. അതേപോലെ തന്നെ ജമ്മു കാശ്മീരിലെ കോട്ട് ബാൽവൽ ജയിലിൽ നിന്നാണ് മസൂദ് അസർ രക്ഷപ്പെടാൻ ശ്രമിച്ചത്. എന്നാൽ രക്ഷപ്പെടാൻ ശ്രമിച്ച ദിവസം തന്നെ പിടിക്കപ്പെടുകയും ചെയ്തു. നിരവധി ഭീകര പ്രവർത്തകരെ തടവിൽ പിടിച്ച് അല്ലെങ്കിൽ തടവിൽ പാർപ്പിക്കുന്ന അതീവ സുരക്ഷയുടെ ജയിലുകളിൽ ഒന്നാണ് ഈ പറയുന്ന അല്ലെങ്കിൽ മസൂദ് അസർ മൈക്കിലൂടെ വിളിച്ചുകൂവിയ ജയിൽ എന്ന് പറയുന്നത്. ജയിലിൽ അവിടെ ആ ഒരു പരിസരത്ത് നിന്ന് സംഘടിപ്പിച്ച ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ തുരങ്കം ഉണ്ടാക്കാനാണ് അസർ ശ്രമിച്ചതെന്നാണ് ഓഡിയോയിലൂടെ വിവരങ്ങൾ പുറത്തു വരുന്നത്. എന്നാൽ രക്ഷപ്പെടാൻ ശ്രമിച്ചതിന് പിന്നാലെ ഉണ്ടായ അനന്തരഫലം വളരെ ഗുരുതരമായി തനിക്ക് അത് വിവരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് ഓഡിയോയിലൂടെ കേൾക്കാൻ സാധിക്കുന്നത്. ജയിൽ ചാടാനുള്ള ശ്രമം പരാജയപ്പെട്ടതിന് പിന്നാലെ തന്നെ ഇയാൾക്കും കൂടെ ഉണ്ടായിരുന്ന തടവുകാർക്കുമുള്ള നിയമങ്ങൾ കർശനമാക്കുകയായിരുന്നു. ശാരീരികമായി തന്നെ അതിക്രമങ്ങൾ നേരിടേണ്ടി വന്നതാണ് അസറിന്റെ വിശദീകരണം എന്ന് പറയുന്നത്. ശാരീരികമായി തന്നെ അക്രമങ്ങൾ നേരിടേണ്ടി വന്നതെന്നാണ് അസറിന്റെ വിശദീകരണം. ചങ്ങലയിൽ ബന്ധിപ്പിച്ച തനിക്ക് ദൈനംദിന കാര്യങ്ങൾ ചെയ്യാൻ പോലും സാധിക്കാതെ വന്നു എന്നതാണ് പറയുന്നത്. 1994 ഫെബ്രുവരിയിലാണ് അസർ വ്യാജ പേരിൽ പോർച്ചുഗീസ് പാസ്പോർട്ടുമായി തന്നെ ഇന്ത്യയിലേക്ക് എത്തുന്നത്. ജമ്മു കാശ്മീരിൽ ഭീകരരെ റിക്രൂട്ട് ചെയ്യുകയായിരുന്നു ഇയാളുടെ പ്രധാന ലക്ഷ്യം. ഇതേ വർഷം തന്നെ ഇയാൾ അനന്ത്നാഗിൽ വെച്ച് തന്നെ പിടിയിലാവുകയും ചെയ്തു. 1999 വരെ തടവിൽ കഴിഞ്ഞു. 1994 ഇന്ത്യൻ എയർലൈൻസ് റാഞ്ചിയ സംഭവത്തെ തുടർന്നുകൊണ്ടാണ് ഇയാൾ മോചിതനാകുന്നത്. പിന്നാലെ തന്നെ ഇയാൾ ജെയ്ഷെ മുഹമ്മദ് സ്ഥാപിക്കുകയും ഇന്ത്യയിൽ 2001 നടന്ന പാർലമെന്റ് ആക്രമണം, 2008 മുംബൈ ഭീകരാക്രമണം തുടങ്ങി തന്നെ നിരവധി ആക്രമണങ്ങൾക്ക് പിന്നിലെയും സൂത്രധാരൻ മസൂദ് അസർ തന്നെയാണ്. അതേപോലെ തന്നെ വൈറലായ ഈ ഒരു ക്ലിപ്പിൽ താൻ കർശന സ്വഭാവക്കാരനാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒരു ഉദ്യോഗസ്ഥൻ നടത്തിയ ചോദ്യം ചെയ്യലിനെ കുറിച്ച് മസൂദ് അസർ വിവരിക്കുന്നതും കേൾക്കാം. കോട്ട് ഭാവൽ ജയിലിലെ ഓർമ്മകൾ പങ്കുവെക്കുമ്പോൾ തന്നെ തുരങ്കത്തിലുള്ള ഉപകരണങ്ങൾ എവിടെ നിന്നാണ് വന്നതെന്ന് ആ ഉദ്യോഗസ്ഥൻ ചോദിച്ചതായും ചോദ്യം ചെയ്യലിനിടെ തന്നെ ചങ്ങലയിൽ ബന്ധിപ്പിച്ചതായും ഇവിടെ വ്യക്തമാക്കുകയാണ്. ആ സംഭവം തൻ്റെ മനസ്സിൽ മുറിവുകൾ അവശേഷിച്ചതായും ആ സമയങ്ങളിൽ ശക്തിക്കും അതിജീവനത്തിനും വേണ്ടി മാത്രം പ്രാർത്ഥിക്കുകയും ചെയ്തതായും തന്നെ ഈ പുറത്തു വന്ന ഓഡിയോയിലൂടെ തന്നെ മസൂദ് അസർ വിളിച്ചു കൂവുകയാണ് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.